ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു സന്തോഷം, ആസ് എൻ ഓഡിയൻസ് നമ്മുടെ സന്തോഷവും നിങ്ങളുടെ കോംബോയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു എന്നുള്ള. നമ്മൾ നേരത്തെ പോലെ നിങ്ങളെ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല, നമുക്ക് ആസ് എ കോംബോ കാണാൻ കിട്ടുന്നില്ല. നിങ്ങൾ കാണാറുണ്ടോ? അതായത് ഞങ്ങൾക്ക് ടി വിയിലും അല്ലാണ്ട് പുറത്തൊന്നും അങ്ങനെ കാണാൻ, നിങ്ങൾ പരസ്പരം കാണുകയും മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ടോ? പിന്നെ അത് ഞങ്ങളെടുത്ത തീരുമാനം തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് ഇന്റർവ്യൂസ് ഓൺലൈനിലൊക്കെ വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വരുന്നൊരു ഇതിനു വേണ്ടിയിട്ട് ഗ്യാപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്രഷ് ആയിട്ടൊന്നും വരാനല്ല, ഓവർ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് എവിടെയും കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊരു കാര്യമില്ല. അപ്പൊ ചാനലിലെ ഷോസ് ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നില്ല, ഇന്റർവ്യൂസിന് ഇരുന്നില്ല. അപ്പൊ ഇനി എന്താണ് പുതിയത്? അപ്പൊ അതിനുവേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു തന്നെ മാറിയതാണ്. ഒരുമിച്ചിരിക്കാൻ ഒരു നല്ല കാരണം, ഒരു നല്ല കാരണം ഉണ്ടെങ്കിൽ അതിനൊരു ഒരു 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 കൗതുകം ഉണ്ടാവും കേൾക്കാനും ഒക്കെ, പറഞ്ഞ പോലെ തന്നെ. അല്ല, അതുകൊണ്ടാണല്ലോ ഇതിപ്പോ സംഭവിച്ചത്, മഞ്ജുവായിട്ട് ഇരിക്കാൻ പറ്റിയത്. അതെ അതെ അതെ, ട്രൂ. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മറ്റേ ചാനൽ കണ്ടതാണല്ലോ, ഇനി വേണോ അത്, ഇനി എന്ത് ചോദിക്കാനാണെന്നല്ലേ? അത് ശരിയാട്ടോ, അതുണ്ടാവും, ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അപ്പൊ മനഃപൂർവ്വം ഇട്ട ഗ്യാപ്പാണ്. ഒരുപാട് കാലമായിട്ട് കൂടെയുള്ള രണ്ട് സുഹൃത്തുക്കള് നിങ്ങൾ ഒരുമിച്ച് ഇതുപോലെ കാണുന്ന സമയങ്ങളുണ്ടല്ലോ. അങ്ങനെ കാണുന്ന സമയത്തോടെ എല്ലാ കാര്യങ്ങളും, അതായത് അപ്ഡേറ്റുകൾ സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഏതേലും ഒരു സാധനം റിപ്പീറ്റ് ആയിട്ട് നിങ്ങൾ പറയണോ, അന്നത്തെ ആ സാധനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുന്ന ഒരു സാധനം, അതെന്താ അങ്ങനെ ഒരു മെമ്മറി? നിങ്ങൾ രണ്ടാളും ഒരുപോലെ ഇപ്പോഴും ചിരിക്കുന്നത്? സ്റ്റേജിലുള്ള സംഭവങ്ങളല്ല, ഓഫ് സ്റ്റേജിൽ നടന്നേക്കുന്ന കോമഡികളാണ് ഓർത്ത് നമ്മൾ ചിരിക്കുന്നത്. സ്റ്റേജിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന സ്കിറ്റ് 10,500 തവണ കളിച്ചിട്ടുള്ളതാണ്. അത് പറഞ്ഞ് ഇനിയും ചിരിക്കണമെങ്കിൽ നമുക്ക് അല്ലാതെ ഉണ്ടായിരിക്കുന്ന ലൈഫ്, ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ രണ്ടുപേരും കൂടി ഒരു ബയോപിക് ഒരു സിനിമയാണ് ശരിക്കും. ആ കാരണം തുടക്കം മുതൽ ഇവിടെ ഈ ഇരിക്കുന്നത് വരെയുള്ളത് അത് ത്രൂ ഔട്ട് ഹ്യൂമറാണ്. പണ്ട് ചെയ്ത മണ്ടത്തരങ്ങളും പണ്ട് ചെയ്ത വില്ലത്തരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം പല അത് രസകരമായിട്ടുള്ള ഒരുപാട് എപ്പിസോഡ്സ് ഉണ്ട്. അപ്പോൾ അത് ഓർത്തിട്ടാണ് നമ്മൾ ചിരിക്കാറ്. അതിലേതെങ്കിലും ഒരു കാര്യം ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്നത്? ഒരു കാര്യം പെട്ടെന്ന് ഓർക്കുന്നത്, ഒരു ചാനലിന്റെ ഒരു പ്രോഗ്രാമില് നമ്മള് അതില് ഞങ്ങളുടെ പ്രോഗ്രാംസ് രണ്ടുപേരുടെയും കോംബോ ഒരു സ്കിറ്റ് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. ഞങ്ങള് ബാക്ക് സ്റ്റേജിൽ റെഡി ആയിക്കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് കുറെ റഷ്യൻ ഡാൻസേഴ്സ് കയറി വന്നിട്ട് അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എൻട്രി അങ്ങോട്ട് വന്നു, പെട്ടെന്ന് തിരിച്ചു വന്നു. അവരിതെല്ലാം പറിച്ചു കളഞ്ഞ് പെട്ടെന്ന് കോസ്റ്റ്യൂം മാറി, അങ്ങനെയൊക്കെയാ. അപ്പോൾ അവർ ഓൾറെഡി 2 പീസിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ഞാനും ടിനിയും റെഡിയായിട്ട് നിൽക്കുകയാണല്ലോ. ഇവനെ സ്റ്റേജിൽ നിന്ന് പറഞ്ഞു വിട്ട് കൊച്ചവിടെ നിന്നോട്ടെന്ന് പറഞ്ഞ് ഞാൻ ടിനിയുടെ ഒരു പോക്കുണ്ട്, മനസ്സില്ലാ മനസ്സോടെ എന്നെ അവിടെ നിർത്തിയിട്ട്. പാവം ആ ഒരു സംഭവം മനസ്സിലാക്കണം നമ്മളത്. ഞാനവിടെ അങ്ങിരുന്നു, അവരിരുത്തിയതല്ലേന്ന് വെച്ചാൽ ഞാനിരുന്നു. അത് കഴിഞ്ഞിട്ടേ അവിടെ ഇരുന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ടിനി ചേട്ടനെ മീറ്റ് ചെയ്തപ്പോ എന്തെങ്കിലും പറഞ്ഞായിരുന്നു? ടിനി ചേട്ടനെ മീറ്റ് ചെയ്തപ്പോ ടിനി എന്താ പറയാൻ, ഒന്നും പറയാനില്ല. ഇവൻ ഛർദിക്കണ്ടായിരുന്നു. എന്തിനാ? ഒന്ന് പോടാ അടുത്ത്. അതാ വിഷ്വൽ ഓർത്തിട്ട് മനസ്സിൽ എന്ത് തോന്നുന്നു അത്രേ ഉള്ളൂ അതിന്റെ കഥ. ടിനി തിരിച്ചു വന്നതിന് ശേഷം എന്നോട് ചോദിച്ചു, നിനക്ക് ഞാൻ കൂടെ വേണമെന്ന് എന്താ പറയാഞ്ഞെന്ന്. അല്ല, അതാന്ന് വെച്ചാൽ മറ്റേ ബോഡി ഗാർഡായിട്ടും അല്ലെങ്കിൽ ഒന്നിച്ചാണല്ലോ, ചേട്ടനാണ്, പുള്ളി വേണമെന്ന് എന്താ പറയാഞ്ഞെന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും നിന്നെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നല്ലേടാ. ഇതുപോലെ തന്നെ കണ്ണൂർ ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വരാണ്. വണ്ടിയൊന്നുമില്ല നമുക്ക്, ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അപ്പൊ സാധാരണ നമ്മൾ ബസ്സിൽ ട്രാൻസ്പോർട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്തിട്ടില്ല, നമ്മള് ഈ ടവലൊക്കെ ഇട്ട് ബുക്ക് ചെയ്തിട്ടാണല്ലോ പോണത്. ഞാൻ ഇവനെ വെച്ചിട്ട് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോണത്. ഇവൻ എന്നെ വണ്ടിയിലിരുത്താം, ഞാൻ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഇരിപ്പുണ്ടോ എനിക്ക് ആ സീറ്റ് കിട്ടും. ഞാൻ തിരിച്ചു വന്നപ്പോ ഇവനെ കാണാനില്ല, അവിടെ വേറെ ആള് കയറിയിരിക്കുക. അതൊരു ടവലിന്റെ മേളിൽ എന്നെ കയറ്റി വെച്ചത്. എന്നിട്ട് ഇത് കഴിഞ്ഞപ്പോ ഇവര് തമ്മില് ചർച്ച, ഈ സാധനം ഞാൻ വെച്ചല്ലേ എന്ന് വെച്ചിട്ട് എന്നെ വെച്ചിട്ട് ഈ സാധനം, അപ്പൊ പുള്ളി അത് ഇതെന്റെ സാധനമാണ്, അപ്പൊ പുള്ളി അത് എന്റെ സാധനമാണ് എന്ന് പറഞ്ഞിട്ട് അവര് തമ്മിൽ ഇടിയുടെ പക്കത്തായി. അന്ന് ഇതുപോലുള്ള ഒരാളാണ് സഹകരിക്കുന്ന ആള്. ഭയങ്കര ഇത് ഞാൻ നോക്കിയപ്പോ ഇവൻ ഫ്രണ്ടിൽ പോയി നിൽക്കുക, ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നിർത്തുന്നത്. എന്നിട്ട് അയാളുടെ അടുത്ത് ചോദിച്ചു, ലാസ്റ്റ് അവിടെ നിന്ന് പോരാൻ പറ്റി. അപ്പോൾ എൻ്റെ ബുക്കിംഗ് സ്പേസ് ആണിത് ശരിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ അന്ന് പുറത്ത് നിന്ന് ഇത് കണ്ടത്, ഇതിപ്പോ തമാശയായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിലും തെസ്നീഖാനും സീനത്തേച്ചൊക്കെ ആയിരുന്നു. അവർക്ക് ഭയങ്കര ഫീൽ ചെയ്ത്, കാരണം പാവങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടാണ് ഈ നാടോടികളുടെ പോലെ ഇങ്ങനെ. എന്നെങ്കിലും അവർക്കൊരു വണ്ടി മേടിക്കാനുള്ള അനുഗ്രഹം കിട്ടട്ടെ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് ഇമോഷനും കൂടി ഉണ്ട് അതിൻ്റെ അകത്ത്. കാരണം ഞങ്ങൾ നിന്ന് ഇതുപോലെ പോവാത്ത ബസ് സ്റ്റാൻഡുകളില്ല, KSRTC ഇതുപോലെ തന്നെ കുറേ യാത്രകൾ. അങ്ങനെ ആ തമാശകളില് ഇമോഷൻസും കിടപ്പുണ്ട്.